പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഇങ്ങനെ ഒരു ഇൻട്രോ പറഞ്ഞിട്ട് 2-3 മാസം ഉണ്ടാവില്ലേ, 3 മാസം നല്ല 3 മാസത്തിന്റെ കൂടുതലായി ഉണ്ടാവും. അപ്പൊ നമ്മൾക്ക് ഡെയിലി ലോങ് വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. പക്ഷെ അപ്ലോഡ് അവിടെ ഉണ്ടായിരുന്നില്ല. കുറെ പ്രാവശ്യം നോക്കി, നടക്കണില്ല. ഞാൻ നോക്കട്ടെ, ഇതും കൂടെ ഇനിയിപ്പോൾ എന്താവുമെന്ന് അറിയില്ല. അപ്ലോഡ് ആവുകയാണെങ്കിൽ നമുക്ക് ഇടല്ലേ. പിന്നെ ഷോർട്സ് ഒന്നും കുഴപ്പമില്ല, ലോങ് വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസം എടുക്കണം, 2-3 ദിവസമൊക്കെ എടുക്കണം, ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടൊക്കെ. അപ്പോൾ എന്താ പറയുക, ഇന്ന് മുതൽ നമ്മൾ ലോങ് വീഡിയോ സ്റ്റാർട്ട് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. സൺഡേയിലും ആഴ്ചയിൽ 2 ലോങ് വീഡിയോ, 2-3 ലോങ് വീഡിയോ അങ്ങനെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് മാസങ്ങൾക്ക് ശേഷം. അപ്പോൾ നമ്മളിതൊരു ലഞ്ച് പ്രിപ്പറേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു 10 മണി, 9:45, 10 മണിയൊക്കെ ആവണം. അപ്പോൾ ഞാൻ തലേ ദിവസം ഒക്കെ അരിഞ്ഞ് പെറുക്കി വെച്ചിട്ടുണ്ട്. കൂർക്ക, അതുപോലെ മാന്തൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മാന്തൽ ഞാനൊക്കെ നേരാക്കി ഫ്രിഡ്ജിൽ ഐസ് പോകാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്കിന്ന് ഒരു പ്രൊമോഷൻ വീഡിയോയുടെ ഭാഗമുണ്ട്. പ്രൊമോഷൻ വീഡിയോ ഉണ്ട്. അപ്പോൾ നമുക്കൊരു 3 മണിക്കൊക്കെ പോകണം. അപ്പോഴേക്കും നമ്മുടെ ഫുഡും കാര്യങ്ങളും റെഡി ആവണം. ക്ലീനിങ്, കുളി കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോങ് വീഡിയോ കൂടി എടുത്തേക്കാന്ന് വിചാരിച്ചു. ഇനി ഇങ്ങനെ നാളെ എന്ന് പറഞ്ഞിട്ട് മാസങ്ങൾ പോകണമെന്ന് അറിയണേ ഇല്ല. അമ്മ എപ്പോഴും എല്ലാവരും നമ്മുടെ മെസ്സേജിലൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യും, ലോങ് വീഡിയോയുടെ ചേച്ചി എന്നുള്ളത്. അപ്പോൾ നമ്മളിത് ലോങ് വീഡിയോ അങ്ങോട്ട് പാസ്സാക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, പഴയ പോലെ തന്നെ, ഇതിനേക്കാൾ മറ്റേ പറഞ്ഞ പോലെ. അപ്പോൾ ആദ്യം നമ്മൾ ചോറ് വയ്ക്കണം. എന്നിട്ട് നമുക്ക് കൂർക്കപ്പേരി വെച്ചിട്ട് ബാക്കി കറിയും കാര്യങ്ങളൊക്കെ വെക്കാം. നമ്മുടെ അരി ഇവിടെയാണ് കേട്ടോ വെക്കാം. 1.25 ഗ്ലാസ് മതി, ഞാനും പൂജിട്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ രാത്രി ആകുമ്പോഴേക്കും ഇത് കേട് വരും, കുഴലായോണ്ടേ. അപ്പോൾ ഞാൻ സംസാരിച്ച് നിന്ന് കഴിഞ്ഞാൽ ലോങ് വീഡിയോയുടെ ലെങ്ത് അങ്ങോട്ട് കൂടി പോകും. അപ്പോൾ നമുക്ക് വേഗം അരിക്കൊക്കെ കഴുകി കുക്കറിലാക്കിയിട്ട് ബാക്കി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ വേഗം കാണിച്ചു തരാം. നമുക്ക് ഈ വീട്ടിൽ അടുപ്പില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ഗ്യാസിൽ തന്നെയാണ് എല്ലാ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തേണ്ടത്. അതുകൊണ്ട് ചോറ് ഞാൻ കുക്കറിൽ അങ്ങോട്ട് ഇടും. ഇത് പിന്നെ ഉണ്ടാക്കി നല്ല ശീലമാണ് കേട്ടോ. എല്ലാം വെന്തുടയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആവില്ല, കറക്റ്റ് വേവലിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പഴയ വീട്ടിൽ റെൻ്റ് ഹൗസിലാകുമ്പോൾ അവിടെ പിന്നെ അടുപ്പൊക്കെ ഉണ്ടായിരുന്നു. ചോറ് നമുക്ക് അടുപ്പത്ത് അങ്ങോട്ട് വെച്ചാൽ മതിയായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ പുറത്തൊരു അടുപ്പുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരുവിധം പണികളൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മഴ പെയ്തു. ഇനിയിപ്പോൾ പുറത്തടുപ്പ് കൂട്ടിയിട്ട് കാര്യമില്ല, ഇനി കല്ലും മണ്ണൊക്കെ എവിടെയെങ്കിലുമൊക്കെ വാരി കൂട്ടി മാറ്റിയിടണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അരിയൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി നമ്മൾ ആ ഒരു പാകത്തിന് കണക്കിൽ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വിസിൽ, ആ വിസിൽ കഴിഞ്ഞാൽ ഒരു 7 മിനിറ്റ് ആ വിസിലൊന്ന് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് പെട്ടെന്നൊന്ന് ഊറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എനിക്ക് ചോറ് കിട്ടാറുണ്ട് കേട്ടോ. ചില അരിക്ക് 10 മിനിറ്റ് ആവും, ചില അരിക്ക് 5 മിനിറ്റ് ആവും. അതൊക്കെ നമുക്ക് റേഷനറിയാണ്. അപ്പോൾ അത് നമുക്ക് 1 മാസം കിട്ടുമ്പോൾ ഫസ്റ്റ് വെക്കുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും ചിലപ്പോൾ വേവ് കുറവാണോ ഇല്ലേ എന്നുള്ളത്. ഒരു പ്രാവശ്യം വെച്ച് നോക്കിയാൽ അറിയാം എത്ര മിനിറ്റാന്നുള്ളത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തലേ ദിവസം എല്ലാവിധം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിതാ കൂർക്കൊക്കെ കഴുകിയിട്ട് അതും കൂടെ അതാ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ നമുക്കില്ലേ മീൻ കുറച്ചുകൂടെ ഐസായിട്ടിരിക്കും, അത് പോകാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റാക്കാം. പുറത്ത് പോകുന്ന സമയമായതുകൊണ്ട് തന്നെ വേഗം കുക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടൊക്കെ ക്ലീൻ ആക്കി പോയി കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ് കേട്ടോ. പോയി വരുമ്പോഴും നമുക്ക് ഓക്കെ ആയിട്ട് കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഇതാ പോയി വന്നാൽ അതും ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നാളികേരം പൊളിക്കണം നമുക്ക് മോരുകറി. ഇവിടെ ഞങ്ങൾക്ക് 3 ആൾക്കും നല്ല ഇഷ്ടമാണ് മോരുകറി. മീൻ വറുത്തതും മോരുകറി ഉണ്ടെങ്കിൽ അത് മതി. അപ്പോൾ അതങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. കഷ്ണങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട, പെട്ടെന്ന് ടപ്പ് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഗംഭീര ടേസ്റ്റുമാണ് കേട്ടോ. അത് കുറച്ച് ഉണങ്ങിയ നാളികേരമായിരുന്നു, പൊളിക്കാൻ വേണ്ടി കുറച്ച് പാടായിരുന്നു. പിന്നെ അതൊക്കെ പൊളിച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഷോർട്സ് കണ്ടവർക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇതാ നല്ല പൊന്തണ്ടായിരുന്നു കേട്ടോ. ചെടികളൊക്കെ ഇങ്ങോട്ട് മുളച്ചിട്ട്, പുല്ല് മുളച്ചിട്ട് ഞാനും പൂജിട്ടും കൂടെ അവിടെ ഒക്കെ വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മഴക്കാലം ആകുമ്പോഴേക്കും ഇനിയിപ്പോൾ ഇതൊരു 1-2 ആഴ്ച കൊണ്ട് ടപ്പേ തന്നെ വളർന്നോളൂ കേട്ടോ. ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ കൃഷിയോ കാര്യങ്ങളോ വെച്ചാൽ നമ്മളെല്ലാം ചീരയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കണം എന്ന് വിചാരിച്ചു. പിന്നെ അതുവരെ നടന്നിട്ടില്ല. അധികം പുല്ലാകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ കൊത്തിക്കളിച്ചുണ്ടാക്കണം എന്ന് വിചാരിക്കണം. നാളികേരൊക്കെ പൊളിച്ച് ഇനി നമുക്കത് പൊട്ടിച്ചിട്ട് വേഗം ചിരകി ബാക്കി കാര്യങ്ങൾ നോക്കാം. ഈ പിടിയും തന്നെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധം പറ്റാറുണ്ടെന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു ദിവസം ആവും കേട്ടോ. എനിക്കിതൊന്ന് ഉച്ചയാകുമ്പോഴേക്കും റെഡി ആക്കിയിട്ട് വേണം, നമ്മുടെ ഷോർട്സും കാര്യങ്ങളും സെറ്റാക്കിയിട്ട് വേണം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേഗം തന്നെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നാളികേരം ചെരുകൽ എനിക്ക് പണ്ടേ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. ഇപ്പോൾ പിന്നെ കൈവേദനയും കൂടെ ആയ സ്ഥിതിക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ പൂജുട്ടിയൊക്കെ ചിരകി തരാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾ വീഡിയോ എടുത്ത് തരണ കാരണമാണ്. എന്നാലും ചില സമയങ്ങളിൽ ചിരകി തരാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നാളികേരം ചിരകലും കാര്യങ്ങളും കഴിഞ്ഞു. ഇപ്പം ഞാൻ ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ ടപ്പേനെ ഉണ്ടാക്കി വെക്കട്ടെ. നമുക്ക് മീൻ വറുക്കാനും വേണം, ഉപ്പേരി കുത്തി കാച്ചാനും വേണം. പിന്നെ മോരുകറിക്ക് 2 ചെറുള്ളിയും വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ മോരുകറിക്ക് അരിയാൻ വേണ്ടിയിട്ട് നിൽക്കാറ്. ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 2-3
3 മാസമായി നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ ചേച്ചിമാരും അനിയത്തിക്കുട്ടികളും എല്ലാവരും പറയാറുണ്ട് ചേച്ചി ലോങ് വീഡിയോയുടെ ഡേ ഇൻ മൈ ലൈഫ് മിസ് ചെയ്യുന്നുണ്ട്, ലോങ് വീഡിയോ കണ്ടാലും പുറത്തുനിന്ന് കണ്ടാലും എല്ലാവരും പറയാറുള്ളതാണ്. പിന്നെ നമുക്ക് കമൻറ്റായിട്ടും അയക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ചെയ്യാത്തതല്ല, മക്കളുള്ള സമയം കൊണ്ടൊക്കെ ഞാൻ ചെയ്തിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അതാവണുണ്ടായിരുന്നില്ല കേട്ടോ. അതായിരുന്നു മെയിൻ കാരണം എന്ന് പറയണത്. പിന്നെ മോര് കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ 2-3 പച്ചമുളക്, ഒരു കുഞ്ഞ് ഇഞ്ചിര കഷ്ണം, 2 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു കുഞ്ഞ് ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, നല്ല ജീരകം, ഇതെല്ലാം കൂടെ കുറച്ച് വേപ്പില, ഇതെല്ലാം കൂടെ നമ്മൾ തൈരിലാണ് അരച്ചെടുക്കുക കേട്ടോ. ഞാൻ വെള്ളത്തിലല്ല, തൈര് കൂട്ടിയിട്ട് അരച്ചെടുക്കും. അപ്പോൾ പാകത്തിന് തൈരും കൂടെ ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം തൈര് ഒഴിച്ചത് കുറച്ച് ഓവറായോ എന്നൊരു സംശയമുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഞാനത് കറക്റ്റ് അരക്കാറില്ല, എന്തോ പൂജിറ്റിയോട് സംസാരിച്ചിട്ട് അങ്ങനെ. പിന്നെ ലോങ് വീഡിയോ എടുത്തിട്ട് ഇത്തിരി ആവുകയും ചെയ്തില്ലേ, എന്തൊക്കെയോ ഒരു വെപ്രാളമൊക്കെ എനിക്ക്. നമുക്കിങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ കൈവഴക്കത്തിൽ വരുമല്ലോ. ഇതിപ്പോൾ കുറേ ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഒരു അബദ്ധം എവിടേക്കോ. ഇതുണ്ടോ, ഇതാണ് ഒരു അബദ്ധം എന്ന് പറയുന്നത്. രണ്ടാമതാക്കിയപ്പോഴേക്കും മൊത്തത്തിൽ പോയി എൻ്റെ കയ്യിലും കാലിലും ഡ്രസ്സിലും എല്ലാം ഒരു പണിയിൽ ഇരട്ടിപ്പണിയാവുക എന്ന് പറയില്ലേ, അങ്ങനെ ആയിരുന്നു. എനിക്ക് ഭയങ്കര ദേഷ്യമാണ് ഇങ്ങനെ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ അബദ്ധം അങ്ങനെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ കൂടെ അവിടെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ തോന്നും. പക്ഷെ നമ്മൾ ഇടരുത്, എന്താ വെച്ചാൽ നമ്മൾ തന്നെയാണത് വൃത്തിയാക്കേണ്ടതും. പിന്നെ നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് വേറെ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ അത് ക്ലീൻ ആക്കാൻ നിൽക്കലായിരുന്നു കേട്ടോ അടുത്ത അംഗം എന്ന് പറയണത്. ഈ മിക്സി ഞാൻ എപ്പോഴും തുടച്ച് മിനുക്കി എന്നുവെച്ചാൽ പുറത്തിങ്ങനെ വെക്കണോണ്ടേ എപ്പോഴും അതിൽ എന്തെങ്കിലും കാണുമ്പോൾ നമ്മളിങ്ങനെ തുടച്ച് വൃത്തിയാക്കി വയ്ക്കും. ഇത് അവിടെ ഇവിടെ മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലും വല്ലപ്പോഴൊക്കെ ആവും നമ്മളത് ക്ലീൻ ആക്കുക. അപ്പോൾ അങ്ങനെയും വൃത്തിയാക്കിയ ഒരു മിക്സിയിലേക്ക് ഇത് മൊത്തത്തിൽ പോയിട്ടുണ്ട്. ഇനി ആദ്യം മുതൽ കഴുകി വൃത്തിയാക്കണം. മേലിലുള്ളതൊന്ന് കഴുകി, ഡ്രസ്സിലുള്ളതൊക്കെ കഴുകി, പുറത്തുള്ളത് നിലത്തുള്ളതൊക്കെ തുടച്ചെടുത്തു. അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോയി കേട്ടോ. എന്തായാലും പെട്ടെന്ന് അതൊക്കെ ക്ലീനാക്കി വെടുപ്പാക്കി വെച്ചിട്ടുണ്ട്. മിക്സിയിൽ എനിക്ക് പേടിയാണ് കേട്ടോ, അതിനകത്ത് വെള്ളം കയറിയ ഷോക്ക് അടിക്കുമെന്നൊക്കെ. പിന്നെ എനിക്കത് തൊടാൻ വേണ്ടിയിട്ട് കുറച്ച് പേടിയാണ്. ഷോക്ക് അടിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി. ആ ഒരു പലക നമ്മുടെ ചപ്പാത്തി പലകയാണ് കേട്ടോ. അതിൻ്റെ മേളിലാണ് ഞാൻ കയറ്റി വെക്കാറ് ഈ ഒരു മിക്സി. ഇത് കുറേ ആയിട്ട് അങ്ങനെ തന്നെ, അതിന് സ്ഥാനം അവിടുന്ന് മാറിയിട്ടില്ല. ഞാൻ അതിൽ എന്തെങ്കിലുമൊക്കെ പെയിൻറ്റ് കൊടുത്തിട്ട് അടിച്ചിട്ട് കിച്ചൻ്റെ അവിടെ വെക്കണം എന്നൊക്കെ എപ്പോഴും വിചാരിക്കും. പക്ഷെ അത് മറന്നു പോകും. ഇതിങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ അതങ്ങോട്ട് അതിനോട് യൂസ്ഡ് ആയി എന്ന് പറയില്ലേ, അതുപോലെ ആയിട്ടുണ്ട്. പിന്നെ ഇതാ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കറക്റ്റ് ആ സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചു. മിക്സി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വേറെ എവിടെയില്ല. പിന്നെ നമ്മൾ ആ പാത്രം വെക്കണ ആ റേക്കില്ലേ, അവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രം വെക്കുമ്പോൾ അതിൻ്റെ വെള്ളം ഇതിനകത്തായിട്ട് ഷോക്ക് അടിക്കുകയോ പേടിച്ചിട്ടാട്ടോ ഞാൻ ഇവിടെ വെക്കണത്. കുഞ്ഞൊരു അടുക്കളയാണ്, അപ്പോൾ അതിനകത്ത് എല്ലാം നമ്മൾ കൊള്ളിക്കണം. അതുകൊണ്ട് തന്നെ ഒക്കെ ഒരു വിധം ഞാൻ ഒതുക്കി വെച്ചിട്ടാണ് കേട്ടോ എല്ലാം ചെയ്യാറ്. കുക്ക് ചെയ്യുമ്പോഴും എനിക്കിങ്ങനെ പടർന്ന് പന്തലിച്ച് വാരി പെറുക്കി പിന്നെ കുറേ ഉള്ളിയുടെ തോല് അവിടെ ഇങ്ങനെ അങ്ങനെ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. എപ്പോഴും അങ്ങനെ തുടച്ച് നീറ്റായിട്ട്, എനിക്ക് എവിടെ നീറ്റായിട്ടില്ലെങ്കിലും കിച്ചൺ നല്ലോണം നീറ്റായിട്ട് കിടക്കണം കേട്ടോ. അത് കുക്ക് ചെയ്യുമ്പോഴായാലും, പ്രത്യേകിച്ച് കുക്ക് ചെയ്യുമ്പോഴായാലും, അല്ലെങ്കിലും അത് അങ്ങനെ വൃത്തിയിൽ കിടക്കണതാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ കൊണ്ടുവയ്ക്കാറും. പിന്നെ അതൊക്കെ കഴിഞ്ഞു. നമ്മുടെ വൃത്തിയാക്കൽ കഴിഞ്ഞപ്പോഴേക്കും കൂർക്ക വെന്തിട്ടുണ്ടായിരുന്നു, ചോറും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് വേഗം കൂടെ ഊറ്റാം. ഇനി സമയം വൈകിയാൽ വേഗം വെന്ത് കുഴയും അത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രഷറൊക്കെ വെള്ളത്തിൻ്റെ അവിടെ വെച്ച് കളഞ്ഞിട്ട് ഒരു പാത്രം വെച്ചു. ആ പാത്രത്തിൻ്റെ മേലെ നമ്മൾ ഊറ്റാനുള്ള പാത്രം കൂടെ വെച്ചിട്ട് ചോറ് അങ്ങോട്ട് ഊറ്റിയിട്ടോ. എന്നിട്ട് ഇവിടെ ഈ ഒരു ചക്ക വറുത്തതും ചിപ്സൊക്കെ പൂജിട്ടി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കണോണ്ട് തന്നെ അത് ആ ടേബിളും ഉണ്ടാവും. അത് എത്ര ഒതുക്കി വെച്ചാലും അത് അങ്ങനെ തന്നെയാവും ഉണ്ടാവുക. അവളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാത്രത്തിൻ്റെ മേലെ ഇതാ അങ്ങോട്ട് ഊറ്റി ഇതങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഉള്ള വെള്ളമൊക്കെ അതിൽ വാർന്ന് പോയി കറക്റ്റ് ആ ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. പിന്നെ ഇരിക്കുന്ന കുക്കറും കാര്യങ്ങളല്ലേ അത് കഴുകാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരിക്ക് വെച്ചിട്ടുള്ള കുത്തി കാച്ചാൻ വെച്ചിട്ടുള്ള ആ പാനിൽ ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു. കടുക് പൊട്ടിക്കണം. ചെറുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക് ഇത് ചതക്കുകയും വേണം കേട്ടോ. അത് ചതച്ച് ഓൾറെഡി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഉപ്പേരിയിലേക്ക് ഇങ്ങനെ കുത്തി കാച്ചിയ ഉപ്പേരിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ കടുക് പൊട്ടിയിട്ട് അതും വേപ്പില എല്ലാം കൂടെ ഈ കുത്തിയതും വേപ്പില എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഈ ഒരു ഉപ്പേരിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ്. എനിക്ക് കടുകും വേപ്പിലും മാത്രം പൊട്ടിക്കുന്ന ഉപ്പേരിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. അത്രയും മടിയാവുമ്പോൾ ഞാൻ വല്ലപ്പോഴും കൊല്ലത്തിലൊരു പ്രാവശ്യം ചെയ്താലായിന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് എനിക്ക് എല്ലാ ഉപ്പേരിയും വെക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം. അപ്പോൾ അതും കൂടെ ആയിട്ടുണ്ട്. കുത്തി കാച്ചി നമ്മളത് വറുത്തിട്ടു. ഇനി അതൊന്ന് കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടാണ് ഞാനതൊന്ന് പറ്റട്ടെ. ആ ഒരു മുളകും ഇതെല്ലാം കൂടെ അതിൽ പിടിക്കട്ടെ, ഉള്ളിയുടെയൊക്കെ ഫ്ലേവർ. അപ്പോഴേക്കും ഇപ്പുറത്ത് നമുക്ക് മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു. നമ്മുടെ ഇതില്ലേ എന്താ പറയുക, അതിൻ്റെ പേര് എപ്പോഴും മറക്കും, ഉലുവ, വറ്റൽമുളക്, കടുക് ഇതെല്ലാം പൊട്ടിച്ചിട്ട് നമ്മുടെ ആ അരച്ച് വെച്ചിരിക്കണേ മോരും കൂടെ അതിനകത്ത് ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്തു. എന്നിട്ട് ഇളക്കി കുറുക്കി അങ്ങോട്ട് എടുക്കുക. തിളയ്ക്കണ്ട, തിള വരണമെന്ന് തോന്നുന്ന സ്റ്റേജിൽ അങ്ങോട്ട് ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ ആ കൂടെ പിരിഞ്ഞ് പോയിക്കോളൂ കേട്ടോ.
അപ്പോൾ അത് റെഡിയായി, ഉപ്പേരി റെഡിയായി. ഇനി നമുക്ക് മെയിനാണ് വറുക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ആയായിരുന്നു, എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഐസ് വല്ലാണ്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ കറിയും ഉപ്പേരിയൊക്കെ ഒരു കുഞ്ഞ് പാത്രത്തിലാക്കിയിട്ട് അടച്ചങ്ങോട്ട് മാറ്റി വയ്ക്കും. വലിയ പാത്രങ്ങളൊക്കെ കയ്യോടെ അങ്ങോട്ട് കഴുകി വയ്ക്കും. എനിക്ക് വലിയ വലിയ പാത്രങ്ങളിൽ തന്നെ അടച്ച് കുക്ക് ചെയ്ത പാത്രത്തിൽ തന്നെ വെക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ മീൻ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ചെടുത്തു ഞാൻ. എന്നിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പെരുംജീരകം അത് ചതച്ചതും ഇത്തിരി വിനാഗിരിയും കൂടെ ഉപ്പും കൂടെ ചേർത്തിട്ട് മസാല പുരട്ടിയിട്ട് കുറച്ച് നേരം മാറ്റി വെക്കാം. പക്ഷേ ഞാനിനി ഇതങ്ങോട്ട് പുരട്ടിയിട്ട് പാത്രങ്ങളില്ലേ അതങ്ങോട്ട് കഴുകണ സമയം വരെ നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വറുക്കാട്ടോ. ഒരുപാട് നേരം ഒന്നും മാറ്റി വെക്കാൻ വേണ്ടി. പിന്നെ മാന്തളല്ലേ, വലിയ സീനൊന്നുമില്ല. എന്നിട്ട് പിന്നെ ഈ ഒരു തുടപ്പ് നമ്മൾ കുക്ക് ചെയ്ത് കഴിയോളം ഈ ഒരു തുടക്കലുണ്ടാവും. എനിക്ക് അവിടെ ഇവിടെ എണ്ണമെഴുക്ക് കാണുന്നതും വെള്ളം കാണുന്നതും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നും. അപ്പോൾ അത് കാരണം അത് വേഗം അവിടെ അങ്ങോട്ട് വൃത്തിയാക്കി എന്നിട്ട് കയ്യോടെ വേഗം പാത്രങ്ങൾ അങ്ങോട്ട് കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതാ കുറച്ചധികം ഉണ്ട്. നമ്മളിപ്പോൾ ഈ കുക്ക് ചെയ്ത പാത്രങ്ങളല്ലേ അത് അങ്ങോട്ട് കഴുകാൻ വിചാരിച്ചു. അപ്പോഴേക്കും മീനിലെ മസാല അങ്ങോട്ട് ആവട്ടെ. നമ്മുടെ ലോങ് വീഡിയോ എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പുറത്തിറങ്ങിയിട്ടായാലും എല്ലാവരും നമ്മുടെ വീഡിയോ കാണാറുണ്ട്, ഓടി വരാറുണ്ട്, നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രൊമോഷൻ വീഡിയോസൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എനിക്ക് പേഴ്സണലി കുറച്ച് കുട്ടികളൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. എൻ്റെ അനിയത്തി എന്നെക്കാട്ടിലും പ്രായം കുറഞ്ഞ കുട്ടികളാണ്. അവരും കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ ഫാമിലി ആയിട്ട് കഴിയണവരാണ്. അപ്പോൾ അവരൊക്കെ മെസ്സേജ് പേഴ്സണലി ചേച്ചി ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് പ്രൗഡ് തോന്നാറുണ്ട്. ചേച്ചി അത്രയും ഒരു താഴെ തട്ടുന്ന് വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ പ്രൊമോഷൻ വീഡിയോ കിട്ടുമ്പോൾ അവർക്ക് അത് കിട്ടിയ പോലെ ഫീൽ ചെയ്ത് സന്തോഷത്തോടു കൂടി പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. എനിക്ക് എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട് മക്കൾ. ഇത് ആരെക്കൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫിനാൻസിൽ വർക്ക് ചെയ്തതായിരുന്നു. 8-9 വർഷം ഞാൻ ഫിനാൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പട്ടിപ്പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഈ ഫിനാൻസിൽ വർക്ക് ചെയ്തവർക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു സംഭവം ഉണ്ടാവില്ല. പറയാൻ അത് ആ ഒരു സംഭവത്തിന് എന്താ പറയുക നെഗറ്റീവ് പറയണമല്ല, അത് നമുക്ക് തരുന്ന ജോലിയാണ്. അത് ആ മാസം നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. അതൊക്കെ ഭയങ്കര പാടാണ്. നമുക്കത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പേഴ്സണലി മീറ്റിംഗ് വയ്ക്കും, നമ്മൾ ചീത്ത പറയും, വഴക്ക് കേൾക്കും, ഇതൊക്കെയുണ്ട്. അപ്പം നമ്മുടെ മേലെ മാനേജർ ഉണ്ടാവും. മാനേജറിൻ്റെ മേലെ AM RM എന്ന് പറഞ്ഞിട്ട് ഒരു ക്രൂ തന്നെ ഉണ്ടായിരിക്കും ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. എന്താ വെച്ചാൽ വർക്ക് നടന്നിട്ടില്ലെങ്കിൽ അവർക്കും അവിടുന്ന് പ്രഷറുണ്ട് മേലെന്ന്, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതാവുമ്പോൾ എനിക്ക് അതാലോചിക്കുമ്പോൾ ഇതെനിക്ക് സ്വർഗ്ഗമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ചോറുണ്ടാക്കണു, കൂട്ടാണ്ടാക്കണു, എൻ്റെ വീട് നീറ്റായി വയ്ക്കണം, എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ, എൻ്റെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇടുക എന്നുള്ളതല്ല കേട്ടോ. എനിക്ക് വേണം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ. ഒരാളുടെ ലൈഫാണ്, നമുക്കെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെയാണോ ചോദിച്ചാൽ അല്ല കേട്ടോ. നമ്മൾ കുറേ ഹൈഡ് ചെയ്യും. അല്ലാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും പേഴ്സണലി എല്ലാ കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മളെ പിച്ചി ചീന്തിയിട്ട് അയ്യോ എന്നെ നെഗറ്റീവ് പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അതിലൊരു അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഞാൻ മിക്കതും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ഇത് തുടങ്ങുന്ന സമയത്ത് കുറേ കുട്ടികൾ ചോദിക്കാറുണ്ട് കേട്ടോ, ചേച്ചി എങ്ങനെയാണ് ഇങ്ങനെ ചെയ്തത്, എങ്ങനെയാണ് കിട്ടിയത്, എങ്ങനെയാണ് കുറേ സമയം എടുത്തോ. ഇത് ഓരോരുത്തർക്ക് ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ടൊക്കെ അവർക്ക് കിട്ടുന്ന കാര്യങ്ങളായിരിക്കും. ചിലവർക്ക് വെച്ചാൽ ഈ വീഡിയോ ഒക്കെ തുടങ്ങിയിട്ട് ഭാഗ്യമായിരിക്കും. ചിലവർക്ക് ചിലപ്പോൾ ഒരാഴ്ച, ചിലവർക്ക് ഒരു മാസം, ചിലവർക്ക് 6 മാസം, ചിലവർക്ക് 1 ഇയർ, ചിലവർക്ക് വർഷങ്ങൾ എടുക്കേണ്ടായിരിക്കും. എനിക്ക് എന്തോ ദൈവം തമ്പുരാൻ എത്തിച്ചിട്ട് ഒരു 4 മാസം കൊണ്ടൊക്കെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇട്ടുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഈ പ്രൊമോഷൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടായത്. ആകെ 120 ഫോളോവേഴ്സേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് ഭഗവാന് എത്രയാണെങ്കിലും ഇപ്പം നിങ്ങൾക്ക് തോന്നും ഇത്രയല്ലേ ഉള്ളൂ എന്നുള്ളത് നിസ്സാരമായിട്ട് ചിലർക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ മക്കളെ എനിക്കിത് നിസ്സാരമല്ല കേട്ടോ. എനിക്ക് അത്രയും വാല്യൂ ആണ് ഈ ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ഒരു 10 ലൈക്കാണ് എനിക്ക് കിട്ടിയുള്ളെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു 10,000 വ്യൂസ് ആണെങ്കിൽ ആ 10,000 വ്യൂസ് ഒരു ഇൻ്റർവ്യൂവിൽ അജു ഇരുന്നിട്ട് പറയുന്നുണ്ട് 10,000 എന്ന് പറയുമ്പോൾ അതൊരു കുറവല്ല. ഒരു ക്രൂ ഒരു 10,000 ആൾക്കാരെ നിരത്തി നിർത്തിയാൽ എത്ര ആളുണ്ട്, അത്രയുമാണ് നമ്മുടെ വ്യൂസ്. അത്രയും ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് കാണുന്നുണ്ട്. വ്യൂസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ. അപ്പോൾ അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. കൂട്ടത്തിൽ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിങ്ങനെ ഇട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ സ്നേഹിക്കാൻ കുറച്ച് ആൾക്കാരെ പോകാൻ നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റുമാണ് കേട്ടോ. പിന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഒന്നും വരാറുമില്ല ഇത് എത്തിച്ചിട്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങടെ എന്താണെന്ന് അറിയില്ല. ഇതുവരെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഒരുപാട് DMലൊക്കെ ഫേക്കാണ് തോന്നുന്നു. ഇപ്പോൾ ഇൻസ്റ്റയിലാണ് കേട്ടോ അതൊക്കെ ബാഡായിട്ടുള്ള മെസ്സേജും. കാരണം ഞാനത് ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല.
എനിക്കത് പരിധി വരെ മോശമാണ്, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാനത് എടുത്തിട്ട് റിയാക്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. അത് ഡിടി പിടിച്ചിട്ട് ഞാൻ ചെയ്യുന്നില്ല റീച്ചിന് വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ. ഞാനായിട്ട് നിന്നിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് മെല്ലെ മെല്ലെ കയറി പോയാൽ മതിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മീനും കൂടെ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞ് എവിടേക്കോ എത്തിപ്പോയി. പിന്നെ ക്ലീനിങ് പരിപാടി ടപ്പേന്നാണ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ചാക്കിലൊക്കെ ഇരിക്കുന്നതില്ലേ നമ്മുടെ ചകിരി, ചിരട്ട, ആ വക സാധനങ്ങളൊക്കെയാണ്. ഇപ്പുറത്ത് ബക്കറ്റിലിരിക്കുന്നത് നമ്മുടെ ഹരിത കർമ്മസേന ചേച്ചിമാർ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കവറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അടിച്ചുവാരി തുടക്കലും കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മൾ പോയി വന്നാലും എനിക്ക് പോണ കാര്യം അങ്ങോട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡിൽ നിന്നുണ്ടാവും. ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ചു വാരി തുറക്കണ്ടേ, വിളക്ക് വെക്കാനാകുമ്പോഴേക്കും അത് ചെയ്യണ്ടേ ഇത് ചെയ്യണ്ടേ. നമ്മുടെ വീട്ടിലെല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ചെയ്ത് പോയാൽ മൈൻഡ് നല്ല റിലാക്സ് ആയിട്ട് നമുക്ക് പോയി വരാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞാൽ മോപ്പൊക്കെ ഒന്ന് കഴുകി ഇട്ടിട്ട് ഞാൻ വേഗം തന്നെ ടപ്പേന്നൊരു കുളി പാസ്സാക്കി. തല നനച്ചിട്ടില്ല, ഇന്നലെ ഞാൻ നൈറ്റിലാണ് കേട്ടോ തല നനച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യണില്ല എന്ന് വിചാരിച്ചു. മുടിയൊക്കെ ഒന്ന് പൊക്കി കെട്ടിയിട്ട് നമ്മളൊരു കുഞ്ഞൊരു സ്കിൻ കെയർ, അങ്ങനെയൊന്നുമല്ല. എല്ലാവരും ചോദിക്കാറുണ്ട്, ലിപ്സ്റ്റിക് ഷെയ്ഡ് ചോദിക്കാറുണ്ട്, ഏതാ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. ഇതൊക്കെ ഞാനൊരു ഷോർട്സ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ കുളി കഴിഞ്ഞാൽ എപ്പോഴും പോലെ തന്നെ മോയ്സ്ചറൈസർ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ സൺസ്ക്രീൻ, അത് വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഈ 2 സാധനങ്ങൾ മസ്റ്റാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഫൗണ്ടേഷൻ ചെയ്യുന്ന ആ സാധനങ്ങളൊന്നും എനിക്ക് അറിയില്ല, ഞാൻ യൂസ് ചെയ്യാറുമില്ല. ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ലിപ്സ്റ്റിക്ക് പിന്നെ മസ്റ്റാണല്ലോ, അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ ഈ വക സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഫുഡ് അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മുടെ ചോറും കൂർക്കപ്പേരി, കുത്തിക്കാച്ച കൂർക്കപ്പേരി, കുറുകുറാന്നുള്ള മോരുകറിയും മീൻ വറുത്തതും പുളിയഞ്ചി. പിന്നെ അന്നാൾ നമ്മൾ ഷാജേട്ടന് കൊടുത്തയക്കാൻ ഉണ്ടാക്കിയതിൽ കുറച്ച് ഞാൻ മിച്ചം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു നുള്ളും കൂടെ എടുത്തു. നമുക്ക് തന്നെ ധാരാളം ഉണ്ടാവും കേട്ടോ. അവിടെ പൂജിട്ടിയൊന്നും പുളിയഞ്ചി അച്ചാറ് സാധനം കൂട്ടില്ല. ഞാനും കണ്ണൻകുട്ടിയാണ് കഴിക്കുന്ന ആൾ കേട്ടോ. അവനൊരു മൂഡ് തോന്നുന്ന സമയത്തൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്തു, എല്ലാം കൂടെ എടുത്തിട്ട് നമ്മളൊരു പിടി പിടിക്കാം കേട്ടോ. എനിക്ക് ഉച്ചയാകുമ്പോൾ ചോറ് വയറ് നിറച്ച് കഴിക്കണം. പിന്നെ ഞാനിങ്ങനെ നുള്ളി ആരോ ഇൻസ്റ്റയിൽ പറഞ്ഞു എന്തൊരു ആക്രാന്താണെന്നാണോ എന്തോ ഒരു ആർത്തിയാണെന്നാണോ എന്തോ കഴിക്കണേൽ. എടോ ഞാനിതൊരു ഷോർട്സിന് വേണ്ടിയിട്ട് നിങ്ങളെ ഷോർട്സ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഈ ചോറെടുത്ത് ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മളിങ്ങനെ കാട്ടിക്കൂട്ടി ചെയ്യുമ്പോൾ എനിക്ക് ആ റീല് കറക്റ്റായിട്ട് തോന്നില്ല. ഞാനിങ്ങനെയാണ് ചോറ് കഴിക്കുക. എനിക്ക് നല്ലോണം ഇങ്ങനെ ഉരുട്ടി വായ നിറച്ച് കഴിക്കണം, പെട്ടെന്ന് കഴിക്കണം. എനിക്കില്ലെങ്കിലേ കുറച്ചുകൊണ്ട് സ്റ്റോപ്പായി ആ ചോറ് കഴിച്ചാൽ പോലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഭംഗിക്ക് വേണ്ടിയിട്ട് കഴിക്കുമ്പോൾ അത് കറക്റ്റ് അറിയാൻ വേണ്ടി പറ്റും ഞാൻ അങ്ങനെ കാട്ടിക്കൂട്ടി കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ കുട്ടിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവളുടെ മൈൻഡിലുണ്ടാവും അമ്മ അങ്ങനെയല്ലല്ലോ കഴിക്കണേന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെയാണോ കഴിക്കുന്നത്, ആ കഴിക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ചോറൊക്കെ എടുത്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ മോരുകറി നിങ്ങൾ ആരെങ്കിലും വെച്ചോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ചോക്കെ, എല്ലാവർക്കും അറിയണ്ടാവും. ഇൻ കേസ് ആരെങ്കിലും ഇപ്പോൾ കുറച്ച് പെട്ടെന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെക്കണം, അത്ര വലിയ പാടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ കഴിച്ച പാത്രവും കഴുകി വെച്ചു. കുറച്ച് വെള്ളം മാക്കാം. ഇതിൻ്റെ ഇടയിൽ ഒരാഴ്ച മുന്നേ പെട്ടെന്ന് പെയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. വെള്ളം കൂടി കറക്റ്റ് എനിക്കില്ല, പണ്ടേ ഇല്ല. പിന്നെ മഴയും കൂടെ പെയ്തപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഞാൻ ഒരു ദിവസം കുടിച്ചിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനെ ചോറും തൊട്ടി കുടിക്കുന്ന വെള്ളമില്ല അത്ര. പിന്നെ എനിക്ക് നല്ലോണം ഉറക്കം വന്നു കേട്ടോ. ഒരു 4 മണിക്കാണ് നമുക്ക് പ്രൊമോഷൻ വീഡിയോക്ക് അവിടെ എത്തേണ്ടത്. നമ്മളൊരു 3:30-ക്കൊക്കെ റെഡി ആയിട്ട് ഇറങ്ങിയാൽ മതി. നമുക്കൊരു 10-15 മിനിറ്റല്ലേ ഉള്ളൂ വളാഞ്ചേരിക്ക്. അങ്ങനെ ഇതാ മൈലാഞ്ചി ഇട്ടേരാണ് പൂച്ചിട്ട് ഞാനവിടെ കിടന്ന് കൈ കൊടുത്തു. അതിൻ്റെ ഇടയിൽ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിലെ. അതും കൂടെ വാങ്ങിയിട്ട് വീണ്ടും മൈലാഞ്ചി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കിടന്നു. അങ്ങനെ പിന്നെ പൂജിട്ടി മൈലാഞ്ചി ഇട്ടു. ഞാൻ കുറച്ച് നേരം ഉറങ്ങുകയും ചെയ്തോട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വേഗം റെഡി ആയിട്ടാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഇതാ മൈലാഞ്ചിടൽ കഴിഞ്ഞു. ഞാനൊരു കുഞ്ഞൊരു ഉറക്കം കഴിഞ്ഞു. നമുക്ക് പ്രൊമോഷൻ വീഡിയോ 4 മണിക്ക് എത്താം. വളാഞ്ചേരി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 3 മണിയൊക്കെ കഴിഞ്ഞ് 3:30 ആവാൻ പോണു. വേഗം റെഡി ആയിട്ട് നമുക്ക് എത്തണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം പോരാം. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മഴയാവും, വെയിലാവും, അങ്ങനെയൊക്കെ കൂടെ ആവും. അപ്പോൾ എങ്ങനെയാണ് ഒരുങ്ങുന്നത് എന്നുള്ളതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏതായാലും ലോങ് വീഡിയോ എടുത്താലേ എല്ലാം കൂടെ കിടക്കാം വിചാരിച്ചത്. കുറച്ച് ലെങ്ത്ത് കൂടുതലാട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പിന്നൊക്കെ കുത്തി അഡ്ജസ്റ്റ് ചെയ്യും. സുഖമാണ് ഇടാൻ വേണ്ടി, ചൂടത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. എന്താ ഭയങ്കര തിന്നല്ല, സുഖമായിട്ടുള്ളൊരു ക്ലോത്താണ്, ഇടാൻ പറ്റിയൊരു ക്ലോത്താണ് കേട്ടോ. അപ്പോൾ വെറുത്ത് മുമ്പുണ്ട്. എന്തായാലും വേഗം നമുക്ക് സൺസ്ക്രീനൊക്കെ ആദ്യം അപ്ലൈ ചെയ്യാം. കുഞ്ഞൊരു കണ്ണാടി ഉണ്ടാവും, സൺസ്ക്രീൻ അല്ല, മോയ്സ്ചർ. പിന്നെ വേഗം ഒരുങ്ങിയിട്ട്
എനിക്കിങ്ങനെ റെഡി ആവാൻ വേണ്ടിയിട്ട് അത്ര വലിയ സമയം വേണ്ട കേട്ടോ. അവിടെ പൂജയ്ക്കാണ് റെഡി ആവാൻ വേണ്ടിയിട്ട് മണിക്കൂർ നേരം വേണം കേട്ടോ. എനിക്ക് ഞാൻ ആദ്യം നമ്മുടെ മോയ്സ്ചറൈസർ ഇട്ടു, സൺസ്ക്രീൻ ഇട്ടു, പിന്നെ ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വേഗം എന്തൊക്കെയോ ഒരു വലിയ മേക്കപ്പ് ചെയ്ത പോലെ. എല്ലാവരും ചോദിക്കട്ടെ ചേച്ചി എന്തിനിങ്ങനെ മേക്കപ്പ് ഇടുന്നതൊക്കെ. ഞാനിപ്പോൾ എൻ്റെ മക്കളെ ഞാനൊരു പൗഡർ പോലും ചില ദിവസങ്ങളിൽ ഇടാറില്ല, മിക്കതും ഇടാറില്ല. പിന്നെ എനിക്ക് നല്ലോണമൊക്കെ ഇങ്ങനെ ഒരു ഓയിലി പോലെ തോന്നിയാൽ മാത്രമേ ഞാൻ പൗഡറും കൂടെ അപ്ലൈ ചെയ്യാറുള്ളൂ. ഈ രണ്ട് സംഭവങ്ങളും ഇട്ടതിൻ്റെ ശേഷം ഇത്തിരി പൗഡറും കൂടെ ഇട്ടിട്ട് ഞാൻ നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഭാഗത്തേക്ക് വന്നു. ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഏതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ചെയ്യാം കേട്ടോ. അതിൻ്റെ പേരിപ്പോൾ എനിക്ക് കാണാതെ അറിയില്ല. ആദ്യം ഞാനൊരു ഔട്ട് കൊടുത്തു, ഒരു ഡാർക്ക് ആയിട്ടുള്ള കളറുണ്ട്, ഒരു മെറൂൺ കളറുണ്ട്. അതിൻ്റെ അടിയിൽ കൊടുക്കുന്നത് ഞാൻ നമ്മുടെ ഷോപ്സി ആണോ തോന്നുന്നു, അവിടുന്ന് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തത് 110 രൂപയ്ക്ക് 6 എണ്ണം ഇങ്ങോട്ടൊക്കെ കിട്ടും. പക്ഷെ അതിലൊരു 4 എണ്ണം അടിപൊളി കളറാണ്. ഞാൻ അതിൻ്റെ ഷോർട്സ് ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്താൽ മതി. അടിപൊളി 110 രൂപയ്ക്ക് വേർത്താണ്. അടിപൊളിയായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. പെട്ടെന്നൊന്നും പോണില്ല കേട്ടോ. അങ്ങനെ ഇപ്പം ഇനി പദമാ ആ ഒരു കളർ നമുക്ക് വേറൊരു കളറിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് ഇടാനെങ്കിലൊക്കെ അടിപൊളി ന്യൂഡ് ഷെയ്ഡായിട്ട്. അപ്പോൾ പിന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്സിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ലിപ്സ്റ്റിക് ഇട്ടു, പിന്നെ നമ്മൾ ഇതാ ഐലൈനർ കൊണ്ട് കണ്ണൊന്ന് മേലെ ഒന്ന് വരച്ചെടുത്തു, പിന്നെ നമ്മൾ മസ്കാര ഇട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മേക്കപ്പ് എന്ന് പറയുന്നത്. ഇനി മുടിയും കൂടെ കെട്ടാം. അപ്പോൾ ഇതാ ഡ്രസ്സൊക്കെ ചെയ്തു, മൈലാഞ്ചി ഇതാട്ടോ. അത് കാണിച്ചു തരാൻ വേണ്ടി പൂജിട്ട് മറന്നു. നല്ല ചുമന്നിട്ടുണ്ട്, നല്ല രസമാണ്. പെട്ടെന്ന് ചുമക്കും അത്. പിന്നെ ഇപ്പോഴത്തെ എല്ലാം മൈലാഞ്ചി അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ റെഡിയായി. ഇനി പോയിട്ട് വീഡിയോ എടുത്തിട്ട് വേഗം വരാം. പൂജിട്ട് അത് അവിടെ റെഡിയായി. അവൾ ഇറങ്ങി ഡോറ് പൂട്ടുക, ഇറങ്ങുക ഉറങ്ങുക. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ. അപ്പം ഇനി അവിടുത്തെ കുറച്ച് വിശേഷം കാണിക്കാം. ലോങ് വീഡിയോ അല്ലേ, ഇതും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയം ഉണ്ടാവില്ല. എന്നാലും കൂട്ടുവന. അപ്പം എന്നാ ശരി, പോയിട്ട് വരാം. നല്ല വെയിലാണ് ഗൈസ്. വെയിൽ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നാണ്ടെന്ന് എത്തുമ്പോഴേക്കും കരിയും. നട്ടപ്പുറ വെയിൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സമയത്താണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങണത്. വെയിൽ ഇങ്ങോട്ട് പോയിട്ടില്ല, എന്നാൽ നല്ലോണം ചൂടുണ്ട് വെയിലിന് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഡോറൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കണ്ണൻകുട്ടി നൈറ്റ് അവനില്ലേ ഈ ഒരു വെക്കേഷൻ്റെ സമയത്ത് കയറിയിട്ടുണ്ട് കേട്ടോ ഒരു ഷോപ്പിൽ. അങ്ങനെ കളിച്ച് നടക്കണില്ല അമ്മ, ഞാൻ പോട്ടെ എന്ന് ചോദിച്ചിട്ട് അവൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് പോയത്. അതുകൊണ്ട് തന്നെ അവനില്ല അവിടെ കേട്ടോ. പിന്നെ ഈ വെയിലും കൊണ്ടിട്ട് കുറച്ച് നേരമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പൂജിട്ടി കുട എടുക്കണില്ലേ എന്നാണ് കേട്ടോ ചോദിക്കുന്നത്. കുട ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി കുട നിർത്താതെ ഞാൻ ഒരു അടി നടക്കില്ല കേട്ടോ. എനിക്കാണെങ്കിൽ മൈഗ്രെയിനാണെന്ന് എല്ലാവരും പറയുന്നത്. എനിക്ക് തലവേദന ഇളകി കഴിഞ്ഞാൽ കുറച്ച് പാടാണ് കേട്ടോ. പിന്നെ നമ്മുടെ പാടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പാടത്തിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിലാറിയാലും ഒരു പ്രത്യേക ചന്താണ് കേട്ടോ. പിന്നെ കുളമംഗലത്ത് എത്തി കുറേ നേരം നിന്നിട്ട് ആ ഒരു ഓട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് കട്ട പോസ്റ്റായിരുന്നു. പിന്നെ കുറേ നേരം നിന്നിട്ടാണ് ഒരു ഓട്ടോ കിട്ടിയത്. അങ്ങനെ നമ്മൾ വളാഞ്ചേരി ഇറങ്ങി. ബ്ലോക്ക് ആയിരുന്നു, അത് അവിടെ നിന്ന് അങ്ങോട്ട് പോവില്ല. നമ്മുടെ യാരാമാളിൻ്റെ അവിടെയാണ് കേട്ടോ ഷോപ്പ് വന്നിട്ട് നമ്മുടെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ പിന്നെ നമ്മൾ അപ്പുറത്ത് പോയിട്ട് കോഴിക്കോട് റോഡിന് പോയിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട് അവിടെ ചെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എവിടെ ചെല്ലുകയാണെങ്കിൽ കറക്റ്റ് 4 മണി എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുന്നെങ്കിലും എത്തണം. പോസിറ്റീവ് എപ്പോഴും പറയും കേട്ടോ. അങ്ങനെ ചെന്ന ദിവസങ്ങളിൽ മൊത്തം നമ്മളവിടെ പോസ്റ്റ് ആയിട്ടുള്ളൂ. ഒരു 1.5 മണിക്കൂർ പോസ്റ്റായി. അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പേസും കൂടെ കിട്ടണമല്ലോ. അപ്പോൾ ആളും തിരക്കൊക്കെ മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാളിലൊന്ന് കയറി കുറച്ച് നേരം തെണ്ടിത്തിരിയാൻ വിചാരിച്ചു. ഒന്നാമത് അവിടെ AC ഉണ്ട്, രണ്ടാമത് ഓഫറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടേക്ക് വരാൻ നമ്മൾ മുന്നേക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്നറിയോ, നമുക്ക് വരാൻ കുറച്ചും കൂടെ ഈസി ആ ഒരു ഭാഗത്തുള്ള കുഞ്ഞു കടകളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടേക്ക് വരുന്നത് കുറച്ച് കുറവാണേ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ചെയ്തു. നമ്മളൊരു 5:30-5:45 കൂടിയിട്ട് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വെളിച്ചം പോണതിൻ്റെ മുന്നേ തന്നെ പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമുക്കിത് വീഡിയോ അപ്ലോഡ് ആവുമെന്ന് അറിയില്ല. കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ആയിട്ടില്ല. എന്തായാലും നോക്കി നോക്കാം. ആവുകയാണെങ്കിൽ നമ്മൾ സൺഡേയിലാണ്, നാളെയാണ് വീഡിയോ ഇടുക. പിന്നെ ഇപ്പം എന്താ, അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത്രയുള്ളൂ. നാളെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.